ജനഹിതമറിഞ്ഞുള്ള തീരുമാനമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ജനവികാരം മാനിക്കുമോ സ്മൃതി? ജനവികാരം മാനിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ള ഈ അവസാന നിമിഷത്തിലുള്ളത്. ജനവികാരം എന്നുള്ളത് വി.ഡി. സതീശൻ എന്ന നയിച്ച നേതാവിനോടുള്ള നേതാവിന് കിട്ടിയ പിന്തുണയാണ് ആ ജനവികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവസാന നിമിഷവും ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ജനഹിതം നടപ്പാക്കുന്നതിൽ വൈകിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹൈക്കമാൻഡാണെന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അതിൻ്റെ നടപടി ചിട്ടക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എം.എൽ.എമാരുടെ അഭിപ്രായം തേടിയിരിക്കുന്നു. അപ്പോൾ ആ എം.എൽ.എമാരുടെ അഭിപ്രായം തേടി അപ്പോൾ തന്നെ തീരുമാനമെടുക്കാമായിരുന്നല്ലോ, അങ്ങനെയാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന വാദമായിരുന്നല്ലോ. പക്ഷേ അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങളിലേക്കും കൂടുതൽ അഭിപ്രായങ്ങളിലേക്കും എടുക്കേണ്ടതുണ്ട് എന്ന ആലോചന എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, എം.എൽ.എമാരുടെ അഭിപ്രായത്തിലും ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അത് പല രൂപത്തിലാണ്. അതായത് സ്ഥാനാർത്ഥികളാക്കുന്നത് തൊട്ട് അവിടെ സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് കിട്ടുന്ന തൊട്ട്, അതായത് പണം വിതരണം ചെയ്യുന്ന ആൾ തന്നെ നേതാവാകട്ടെ, ഭരിക്കാൻ വരട്ടെ എന്നൊരു വികാരം എന്നുള്ള വിചിത്രമാണ്. അത്തരം പ്രതികരണങ്ങൾ വരെ പലപ്പോഴായി പല ചർച്ചകളായി പലരും പറയുന്നത് കേട്ടോ. അപ്പോൾ ഫണ്ട് കൊണ്ടുവരുന്ന, ഫണ്ട് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് എത്തിക്കുന്ന നേതാവാകണം, ഭരിക്കണം എന്നുള്ളൊരു വിചിത്രമായ ന്യായമാണ്. എനിക്കറിയില്ല. അപ്പോൾ അതൊരു ന്യായമായി പറഞ്ഞു. അപ്പോൾ ഏതായാലും എം.എൽ.എമാർ പറഞ്ഞത് മാത്രം പോരാ എന്നതുകൊണ്ട് ഇന്നിപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചു. അതോടൊപ്പം ഒരു തവണ കേട്ട നേതാക്കളിൽ നിന്ന് വീണ്ടും കേൾക്കുന്നു. അതായത് ഈ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാർ എന്ന് പറയുന്നത് എം.എൽ.എമാർ കൂടി ചേർന്നാണല്ലോ, അതിൽ അവരെ തന്നെ വീണ്ടും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതും കേട്ടു. എല്ലാം 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വെയിറ്റേജ് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളായ കെ മുരളീധരൻ്റെ പ്രതികരണം, VM സുധീരൻ്റെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ VM സുധീരനുമായി ഇപ്പോഴത്തെ കൂടിക്കാഴ്ച നടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം വൈകുന്നേരം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് നേതാക്കളും വി.ഡി. സതീശനൊപ്പമാണ് എന്നുള്ള സൂചനകളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എണ്ണത്തിൽ ഉറപ്പായിട്ടും അത് KCക്കൊപ്പമാണ് ഈ നേതാക്കളുടെ എണ്ണമുള്ളത്. പക്ഷേ ജനവികാരം മറിച്ചാണ്, ഘടകകക്ഷികൾ നൽകിയ വികാരം മറിച്ചാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കോൺഗ്രസിന് ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ ആത്മാഭിമാനം ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പ്രകടനങ്ങളിലാണോ? ഈ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഈ തെരുവിലെ തമ്മിൽ തല്ല് എന്നുള്ള ചില വാചകങ്ങളൊക്കെ ഞാൻ കേട്ടു. തെരുവിൽ തമ്മിൽ തല്ലൊന്നും നമ്മൾ കണ്ടില്ല. തെരുവിൽ ഇറങ്ങി പ്രകടനങ്ങൾ നടത്തുന്ന ഞാൻ കണ്ടു. അതായത് പരസ്പരം രണ്ട് നേതാക്കളുടെ ആളുകൾ വന്ന് തമ്മിലടിക്കുകയോ ഫ്ലക്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുണ്ടാകുകയോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവർ വിശ്വസിക്കുന്ന നേതാക്കളെ അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ ഫ്ലക്സുകൾ പലയിടത്തായി സ്ഥാപിച്ചത് നമ്മൾ കണ്ടു. ഇനി അങ്ങനെ അല്ലാത്തൊരു ഫ്ലക്സ് സ്ഥാപിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വിപ്ലവത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകൻ വെച്ച ഫ്ലക്സാണ്. അത് KC വേണുഗോപാലിൻ്റെ ഫ്ലക്സാണ് വെച്ചത്. അപ്പോൾ ഇതിലൊക്കെ ഒരു കുത്തിത്തിരിപ്പുകളും ഈ നിലയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പുകളെ കൂടി ഹൈക്കമാൻഡ് മനസ്സിലാക്കേണ്ടതുണ്ട്. പല രൂപത്തിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുകയിൽ ഒരൊറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വരുന്ന വാർത്തകളായി വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്ന മേൽത്തട്ടിലുള്ള പ്രധാനപ്പെട്ട നേതാവിനുള്ള സ്വാധീനത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് അത്തരം വാർത്തകൾ ഞാൻ മനസ്സിലാക്കി. ആ സ്വാധീനം എല്ലാ തരത്തിലും പ്രകടമാകുന്ന രീതിയിൽ എല്ലാ പ്രതികരണങ്ങളും വരികയാണ്, എല്ലാ വാർത്തകളും ആ രീതിയിൽ വരികയാണ്. അപ്പുറത്തുള്ള ഒരു തരത്തിലുള്ള നെറേറ്റീവും എത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ജനവികാരം എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് സിദ്ധരാമയെ ഉപയോഗിച്ചുള്ള സ്വാധീനത്തിലുള്ള ശ്രമം നടന്നുള്ള കാര്യം, അതിന് തെളിവുകളടക്കം പുറത്തു വന്നാണ് ഞാൻ പറഞ്ഞതാണ്. അതിപ്പോൾ നിഷേധിച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതും MLC വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാധീനമായിരുന്നു. ഏത് നേതാവിനെയാണ് ഇങ്ങോട്ട് അയച്ചതെന്നടക്കമുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യത്തിലുള്ള ഈ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ MLA-മാർ ലീഗുമായി ബന്ധപ്പെട്ട ലീഗ് ആദ്യം തന്നെ സ്റ്റേണായ ഒരു തീരുമാനമെടുക്കുകയും അല്ലെങ്കിൽ അവരുടെ നിലപാടെടുക്കുകയും ആ നിലപാട് ഒരു തവണ പറയുകയും ചെയ്തു. അതിനുശേഷം അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അത് സോണിയാഗാന്ധിയെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് അവരുടെ നിലപാട്. അതിനുശേഷം വീണ്ടും അവർ നിലപാട് മാറ്റുകയാണ്. അതായത് ഈ ക്രൈസിസിൽ ഞങ്ങൾക്കിനി ഒരു പ്രശ്നമാകുന്ന തരത്തിൽ ഞങ്ങൾ നിലപാടെടുക്കുന്നില്ല, ഞങ്ങളത് നിലപാട് മാറ്റുന്നു എന്നൊന്നും ലീഗ് ഇതുവരെ പറഞ്ഞായിട്ട് കരുതുന്നില്ല. ലീഗ് അങ്ങനെ പറയുമെന്നും ഞാൻ കരുതുന്നില്ല. അത്തരം ചില നെറേറ്റീവുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ലീഗ് അതാ നിലപാട് മാറ്റി KCയിലേക്ക് എത്തുന്നു എന്ന രൂപത്തിൽ. അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് സർക്കാർ ഉണ്ടാക്കുക എന്ന ആലോചനയിലേക്ക് അവർ പോകുന്നു. അവർ അഭിപ്രായം പറഞ്ഞു. ഇനി ഇതല്ല എങ്കിൽ ഞങ്ങളിതാ മാറി നിൽക്കും എന്നൊന്നും ഇതുവരെ ലീഗ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ലീഗ് പറഞ്ഞു എന്നുള്ള കഥയും ഉണ്ടാക്കേണ്ടതില്ല. ലീഗ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ലീഗ് മാത്രമല്ല, മറ്റെല്ലാ ഘടകകക്ഷികളും പ്രതിപക്ഷ നേതാവിനൊപ്പം അന്നത്തെ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. വി.ഡി. സതീശനൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോഴും ഇതുവരെയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നാളെ ഇപ്പോൾ ലീഗ് പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. ആ പ്രവർത്തക സമിതി യോഗം മാറി നിലപാട് ആലോചിക്കാനും പറയാനുമാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അതും ഞാൻ ആ രൂപത്തിലെടുക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് വേണ്ട മന്ത്രിസ്ഥാനങ്ങൾ ആരൊക്കെ മന്ത്രിമാരാകണം എന്നുള്ള ആലോചനയ്ക്കായിട്ടാണ് ആ പ്രവർത്തക സമിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കൂട്ടമായി പറയുന്നത് എന്താണ്, അതാണ് ശരി എന്ന് പറയുമ്പോൾ ഈ കൂട്ടം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കൂടി പ്രധാനമാണ്. അത് പരിശോധിക്കേണ്ടതെന്നുള്ളതാണ്. ആ കൂട്ടം ഒരു ഭൂരിപക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഭൂരിപക്ഷം 102 എന്ന ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ
ഇപ്പോൾ ജനപക്ഷത്തു നിന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഒരുപക്ഷെ അത് അങ്ങനെ ഒരു തീരുമാനമായിരിക്കില്ല ഹൈക്കമാൻഡ് എടുക്കുക. അതാണല്ലോ നമ്മൾ മധ്യപ്രദേശിൽ കണ്ടത്, രാജസ്ഥാനിൽ കണ്ടത്. ഈ പറയുന്ന ഈ നടപടിക്രമങ്ങളോടൊക്കെ പാലിച്ചിട്ടാണല്ലോ പല നേതാക്കളെയും BJP-യിലേക്ക് ഇറങ്ങിപ്പോകാനും അവിടെ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനും എന്ന രൂപത്തിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ്. അതും ഇനി കേരളത്തിൽ നടക്കാനിരിക്കുന്നു. അതിൽ ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളവുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കളാണ്. ഇവിടെ മത്സരിച്ച് ജയിച്ച നേതാക്കളാണ്. അപ്പോൾ കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി കുറച്ചുകൂടി അടുത്തൊന്ന് നോക്കിക്കാണാൻ കഴിയണമായിരുന്നു. ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞ് ചെവിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളല്ലാതെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നു. അത് പ്രിയങ്കയ്ക്ക് ആ തരത്തിലുള്ള ബോധ്യം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയങ്കയെ ഭീഷണിപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഭീഷണിപ്പെടുത്തലാണോ ഇത് പ്രധാനപ്പെട്ട കാര്യം? അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കൊക്കെ ഈ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതാണോ പ്രധാനപ്പെട്ട കാര്യം? സോഷ്യൽ മീഡിയയിൽ ഭീഷണിയല്ല, അല്ല നേതാക്കളെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ അത്തരം ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല. ഇവിടെ തിരിഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ എല്ലാ കാലത്തിലും എല്ലാ ഘട്ടത്തിലും എല്ലാ സമയത്തും ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കണ്ട ഒരു രസകരമായ ഭീഷണി എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും എറിഞ്ഞു കളഞ്ഞ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനോ അത് തടയണ്ടേ എന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു വാദം കൂടെ ഇവിടെ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ പലരും പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കും. അതല്ലല്ലോ അന്തിമമായ തീരുമാനം. പക്ഷേ ജനങ്ങൾ തെരുവിലിറങ്ങിയ ജനങ്ങൾ ഒരു നിലപാടെടുത്ത് പറഞ്ഞതാണ്. ഇനിയും തീരുമാനമായില്ലെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നുള്ളതാണ്. നാളെ പറയുമായിരിക്കും. നാളെ പറയുന്ന തീരുമാനം എന്താണെന്ന് ഞാൻ ഉറ്റുനോക്കുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്ന ജനവികാരത്തിനൊപ്പം നിൽക്കുന്നു. ഞാൻ ഈ നിമിഷത്തിലും പ്രതീക്ഷിക്കുകയാണ്. എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ സ്മൃതി, അതായത് ഈ തമ്മിൽ തല്ലില്ല എന്ന് പറയുമ്പോൾ 13 പോസ്റ്ററുകളാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് KC വേണുഗോപാലിൻ്റെ പടം വെട്ടിമാറ്റിയത്. ഏകദേശം 7 or 8 പോസ്റ്ററുകളിലും ബാനറുകളിലും കരിയോയിൽ പൂശുന്ന ചിത്രങ്ങൾ കണ്ടു. ഇതൊക്കെ യഥാർത്ഥത്തിൽ കരിയോയിൽ അവിടെ ഇവിടെയും ഞാൻ പറഞ്ഞ എന്താണ്, തമ്മിൽ സംഘട്ടനമില്ല, പ്രകടനങ്ങളിൽ സംഘടന. ഞാൻ ഫ്ലക്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ഫ്ലക്സ് ഓരോ നേതാക്കൾക്കും താല്പര്യമുള്ള നേതാക്കളുടെ ഫ്ലക്സുകൾ പലയിടത്തും വരുന്നുണ്ട്. KCയുടെ ഉയർന്നു, KCയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയർന്നത്, അല്ല KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഉയർന്നത് എടുത്തു മാറ്റിയത് നമ്മൾ കണ്ടാണല്ലോ. അത് വലിയ ഫ്ലക്സ് ആയിരുന്നു. അതേപോലെ പലയിടത്തും VDയുടെയും വലിയ ഫ്ലക്സുകളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസവും പലയിടത്തും ഫ്ലക്സുകൾ ഉയർന്നിട്ടുണ്ട്. VDയുടെ ഉണ്ട്, ഷാഫി പറമ്പിലിന്റെ ഉണ്ട്, KCയുടെ ഉണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. അതെ, VD അനുകൂലികളാണ്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞ സംഘടനം എന്ന് വെച്ചാൽ പ്രവർത്തകർ തമ്മിലുള്ള സംഘടനം പ്രകടനങ്ങളിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഫ്ലക്സ് കീറിയോ നോക്കൂ, നിങ്ങൾ ഈ വലിയ പാതകമായി പറയുന്നത് കോൺഗ്രസിൽ ഇതിന് മുമ്പും ഇത്തരം രീതികളൊക്കെ ഉണ്ടായിട്ട് ഒരു നേതാവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കുന്നത് മറ്റൊരു നേതാവുമായി ബന്ധപ്പെട്ട് മറിച്ചൊരു നിലപാട് പറയുന്നത് കോൺഗ്രസിൽ സാധാരണമായി കാണുന്നതാണ്. ഒരു ഫ്ലക്സ് കീറിയ ഒരു നേതാവിനെ, ആ ഫ്ലക്സ് കീറിയപ്പോൾ അതിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം കൂടി കീറിപ്പോയി എന്ന് പറഞ്ഞൊരു വലിയ പാതകമായി പറയുമ്പോൾ അതിൽ ചാണ്ടിമോൻ അത് പാതകമായിട്ടില്ല. ചാണ്ടിമോൻ പറയുന്നുണ്ട് അത് വല്ല CPM-കാരായിരിക്കും എന്നാണ് മറിച്ചൊരു പ്രതികരണമാണ് നടത്തിയത്. അതായത് ഈ തരത്തിലുള്ള വൈകാരികമായ പ്രതികരണങ്ങളല്ല യഥാർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കേണ്ടത്. പക്ഷേ ഈ പ്രകടനങ്ങൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള സംസ്ഥാനത്തിന്റെ ഓരോ ഭാഗങ്ങളായി നോക്കിയാൽ കാണാം. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളല്ല എന്നുകൂടി അങ്ങ് മനസ്സിലാക്കാം. പക്ഷേ സ്മൃതി നോക്കൂ, നമ്മൾ തെരഞ്ഞെടുത്ത 63 കോൺഗ്രസ് MLA-മാർ, കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻ KPCC അധ്യക്ഷന്മാർ, ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാർ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുത്ത MLA-മാർ, ഇനി ഹൈക്കമാൻഡ് ആരോടാണ് തങ്ങളുടെ പാർട്ടിയിലെ നിയമസഭാ കക്ഷി നേതാവിന് ആരാകണമെന്ന് അഭിപ്രായം ചോദിക്കേണ്ടത്? അല്ല, ഞാനപ്പോൾ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചില്ല എന്നൊന്നാം സമയത്ത്. അതായത് ഈ ജനവിധി വന്നു കഴിഞ്ഞു. ജനവിധി എന്നുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്ന ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ജനവിധി തന്നെയാണ്. അതിനിടയ്ക്ക് പിന്നാമ്പുറത്തു കൂടി കയറി വന്ന ശേഷം ഞാൻ മുഖ്യമന്ത്രിയാകാം എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. അല്ലാത്ത രീതിയിൽ മത്സരിച്ചാണെങ്കിൽ ഞാൻ ഈ വാദം പറയില്ലെന്നേ. മത്സരിച്ച രണ്ടുപേർ ഇവിടെ നിൽക്കുമ്പോൾ മത്സരിക്കാതെ പിൻവാതിലൂടെ കയറി ഞാൻ കസറിൽ ഇരിക്കാമെന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അവിടെ ഇരിക്കുന്നത് അത് അത്ര ശരിയായ സമീപനം. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ പോരായിരുന്നു? എന്താ ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെയാണ് ഇവിടെ പാർട്ടി കെട്ടിപ്പിടിക്കാനും വിജയിപ്പിക്കാനും ഏൽപ്പിച്ചിട്ടുള്ളത്? വാചകം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ റീസണില്ല എന്നും എന്റെ പേര് ഇവിടെ റിമൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞ നേതാവാണല്ലോ ഇപ്പോൾ മുൻനിരയിൽ നിന്ന് കളിക്കുന്നത്. അതൊക്കെ എന്താണ് ഈ നേതാക്കൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. അങ്ങയുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ റേസിലില്ല എന്ന് പറയുകയും എന്റെ പേര് കട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന ആൾ പിന്നീട് ജയം ഇത്രയും 102 എന്ന ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആ മത്സരത്തിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ശരിയായ സമീപനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പബ്ലിക് അക്കൗണ്ട് സമിതിയുടെ ചെയർമാനായി, PSC ചെയർമാനായി ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് തൊട്ടുമുന്നെയാണ് അദ്ദേഹത്തിനെ ചെയർമാനാക്കുന്നത്. അപ്പോൾ ആ സ്ഥാനം കിട്ടുമ്പോഴും അദ്ദേഹം മിണ്ടിയില്ല. ആ സ്ഥാനം ഒരു വർഷം അങ്ങോട്ട് കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും വലിയ വിധി വന്ന ശേഷമാണ് ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇനി തീരുമാനം എടുക്കേണ്ടി വരിക. അപ്പോൾ ആ സ്ഥാനത്തിലേക്ക് തീരുമാനിക്കുന്നതും പാർട്ടിയാണല്ലോ.
അപ്പോൾ പാർട്ടി അപ്പോഴും അത് ആലോചിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിധി വന്നപ്പോൾ പോരുന്നു. നല്ല വിധി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നാൽ PSC ചെയർമാനായി തുടരാം എന്നതാണ്. സംശയത്തില്ലേ ഹൈക്കമാൻഡ് ഈ പൊതുവികാരം എങ്ങനെ ഈ ഹൈക്കമാൻഡ് പൊതുവികാരം അളക്കണമെങ്കിലേ ഗ്രൗണ്ടിൽ റിയാലിറ്റി അറിയാൻ ഈ ground ഇപ്പോൾ ഘടകകക്ഷികൾ reality പറയുന്നത് അത് മാത്രമല്ല, കോൺഗ്രസിന്റെ എല്ലാ നേതാവിനെ രാഹുൽ തെരഞ്ഞെടുക്കാനോ? ഗാന്ധിക്ക് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഇവരെ ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾ പറയുന്ന narrative-നാണ് ഞാൻ മറുപടി പറയുന്നത്. വീണ്ടും ഒരു സംശയം നിങ്ങൾ പറയുന്നത് KPCC ഞാനും നിങ്ങളും തമ്മിലുള്ള ചർച്ചയല്ല. അതല്ല, ഞാൻ എന്റെ എനിക്ക് അഭിപ്രായം സംശയമേ പറയുകയാണ്. ഉള്ളൂ. നിങ്ങളുടെ സ്മൃതി സംശയം പറഞ്ഞതിലേ തീർക്കുന്ന എന്റെ ആളല്ല സംശയം. ഞാൻ. അല്ല, എന്റെ അഭിപ്രായം പറയുകയാണ്. ഡോക്ടർ അരുൺ, എനിക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീരുകയില്ലാത്ത സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളായി പറയുന്നത് തർക്കമേ ഇല്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. നമ്മുടെ മുന്നിലെ വസ്തുതകൾ എന്ന് പറയുന്നത് KPCC-യിലെ മുതിർന്ന നേതാക്കളും മുതിർന്ന അധ്യക്ഷന്മാരിൽ ഭൂരിപക്ഷവും KC-ക്കൊപ്പമാണ്. ശരി, ഗ്രൗണ്ട് റിയാലിറ്റി അറിയണം. ഈ മുതിർന്ന നേതാക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾ എങ്ങനെയാണ് എണ്ണിയത്? ഒന്ന് പറഞ്ഞുതരൂ. ഓരോ നേതാക്കളും പേര് പറയൂ. പറയൂ, തിരിച്ചു പറയൂ. ഹലോ, അങ്ങ് പറയൂ. നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ? റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഒരു ഭാഗത്ത് മാത്രമുള്ള നെറേറ്റീവ് ആണ് കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ മുരളീധരൻ VD-ക്കൊപ്പമാണ്. VM സുധീരൻ മുരളിക്കൊപ്പമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ VD-ക്കൊപ്പമാണ്. അയ്യോ, അങ്ങനെ പറയില്ലേ? അങ്ങനെയൊന്നും അല്ല. ഓരോരുത്തരുടെയും ബോധ്യങ്ങളാണല്ലോ. കോൺഗ്രസിന്റെ നേതാക്കളോട് വിളിച്ച് ചോദിച്ചല്ലേ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുക. ഇനി വേണ്ട, DCC അധ്യക്ഷന്മാരിൽ എത്ര പേര് KC-ക്കൊപ്പം ഉണ്ടെന്ന വിചാരം? DCC അധ്യക്ഷന്മാരാണല്ലോ അടുത്ത ഗ്രൗണ്ട് റിയാലിറ്റി കൊടുക്കേണ്ടത്. അവരും ഭൂരിപക്ഷം KC-ക്കൊപ്പമല്ലേ? അപ്പൊ പിന്നെ നീ ആരുടെ ചോദിക്കേണ്ടത്? കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പാണക്കാട്ട് പോയി ചോദിക്കണോ? അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിനെ പോയി ചോദിക്കണോ? അനുകൂലമാക്കിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കിയിരിക്കുന്നു. അതിൽ വിധി വരുമ്പോൾ ആ വിധിക്ക് ജനങ്ങൾ എന്താണ് വിശ്വസിച്ചത്? ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള, അതായത് ജനവികാരത്തെ പറ്റിച്ചുകൊണ്ടുള്ള വോട്ടർമാരെ തോൽപ്പിക്കുന്ന ഒരു തീരുമാനമുണ്ടാകുമോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. വോട്ടർമാരെ തോൽപ്പിക്കുന്ന തീരുമാനമുണ്ടാകുമോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. MLA-മാർ വോട്ടർമാരെ ഞാൻ പറയുന്നത് പൂർത്തിയാക്കട്ടെ. വോട്ടർമാരെ MLA-മാർ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം അറിയാം. അത്രയും. Meet the editors.